അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത്. എന്താ പേരുന്ന്? കുട്ടീനെ കിട്ടുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ആറ്റക്കോയ തങ്ങളെടുത്ത് ഒരു ചെറിയ കുട്ടീനെ പേരിടാൻ കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് അത് ആ ബാക്കിൽ കാണുന്നത് ഇയാൾ നിൽക്കുന്നതിൻ്റെ ആ ബാക്ക് സൈഡിൽ കാണുന്നത് ആ പണമരം ഇടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, പണം ഇടുന്ന കൊടിമരം ഉണ്ടല്ലോ, ആർത്തവ മരം. അതിൽ മണലൊക്കെ നിറച്ചിരുന്നു. ഇപ്പോൾ അതിൽ മണലൊക്കെ കോരിയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് പൈസ ഇടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ വീണ്ടും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ തേൻ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തേക്ക് ആര് പോയാലും എന്ത് കാര്യത്തിന് പോയാലും ലൈനിൽ നിന്ന് ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ തേന് വാങ്ങിക്കൊള്ളണം. തേൻ കച്ചവടമാണ്. ശരി. എന്നിട്ട് ആ കുട്ടിക്ക് പേരിടുന്ന ആ ഒരു രസകരമായൊരു ഭാഗമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ചില സംസാര ശൈലികളൊക്കെ അതിൽ വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിഷ്കളങ്കനൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പിന്നിൽ വലിയ മാഫിയകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വലിയൊരു മാഫിയയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത് തിരിച്ചറിയുക. ആ കുട്ടിയുടെ ഒരു ഭാഗമൊക്കെ നമ്മൾ ബ്ലർ ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടിയാണ്, അതിനെ കാണിക്കുന്നില്ല. ഇൻഷാ അല്ലാ ബാക്കി കണ്ടോളൂ. പാല് കുടിക്കൂല, കുറുമ്പ പാല് കുടിക്കൂല, നൊലോളിയായിരുന്നു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 4 കൊല്ലത്തിന് ശല്ല കൊടുത്ത മുതലാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ദീനും ദുനിയാവിനും മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളെ കൂട്ടത്തിലുള്ള നമ്മളെ മക്കളും കിടക്കും. അല്ലാഹു ഉൾപ്പെടുത്തട്ടെ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് അറിയാലോ, കൊടക്കാട് ഒരുപാട് മക്കൾക്ക് പേരിടുന്ന സ്ഥലമാണ്. ഒരുപാട് മക്കൾക്ക് പേരിടുന്ന സ്ഥലമാണ് കേട്ടോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ എന്റെ പേര് സിയ. ഞാനൊരു പേരിട്ടൊരു കുട്ടിക്ക് നല്ല പേരല്ലേ കുട്ടി അല്ലേ? അതിലൊന്നും ഇടപെടാണ്ട്. ഇവിടെ ദിവസവും ധാരാളം കുട്ടികൾക്ക് പേരിടുന്ന സ്ഥലമാണ് കൊടക്കാട് തങ്ങളെ മുറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അയാൾ പറയുന്നത് മിനിഞ്ഞാന്ന് നമ്മളൊരു കുട്ടിക്ക് ഒരു പേരിട്ടില്ലേന്ന്. അപ്പം ഇന്നലെ ഇട്ടിട്ടില്ല, മിനിഞ്ഞാന്നൊരു കുട്ടിക്കാട്ടത്. ദിവസം ഇവിടെ കുട്ടികൾക്ക് ഇങ്ങനെ പേരിടാനുള്ള തള്ളലൊന്നും വേണ്ട. അതോടൊപ്പം ആ താത്ത ആമീന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ആമീൻ പറഞ്ഞിരിക്കണമെന്നുള്ളത് താത്താക്കും അറിയില്ല, ഈ കേട്ട ഞമ്മക്കും അറിയില്ല. മറ്റൊരു കാര്യമുള്ളത്, അദ്ദേഹം ആ പാല് കുടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാക്കിൽ നിന്ന് ആ കുട്ടിയുടെ വല്യമാരാണെന്ന് തോന്നുന്നുണ്ട്, കുറുമ്പാണ്, കരച്ചിലാണ്, പാല് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കുടിക്കണ്ട കേട്ടോ. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഈ പറയപ്പെട്ട ഹാമിദ് ആറ്റക്കോയയുടെ നിഷ്കളങ്കമായ ആ ഒരു തരികിടകൾ. ഓക്കെ, ഇവിടെ പേരിടുന്ന ഭാഗമാണ് ഇനി നമുക്ക് കാണുവാനുള്ളത്. നമുക്കൊക്കെ മക്കളുണ്ടായിട്ടുണ്ട്, നമ്മളുടെയൊക്കെ മക്കൾ. എനിക്ക് 4 മക്കളാണ്. 4 മക്കളിൽ 3ാമത്തെ കുട്ടി ഉണ്ടാവുന്ന സമയത്ത് മാത്രം ഞാൻ നാട്ടിലില്ല, സൗദിയിലായിരുന്നു. ബാക്കി 3 മക്കളെയും പ്രസവം കഴിഞ്ഞ് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ പേരും വിളിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നീട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലോ. 10 മാസത്തോളം കാത്തിരുന്ന് കിട്ടുന്ന കുട്ടിയാണ്. ആണാണോ പെണ്ണാണോ എന്നറിയില്ല. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഓരോ പേര് കണ്ടെത്തി കഴിഞ്ഞാൽ അതപ്പം തന്നെ വിളിച്ചൂടെ? നല്ലതല്ലേ? അതിന് ഇതുപോലെയുള്ള ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി അതിന് തേനും വാങ്ങിയിട്ട് ഇതുപോലെ പേരിടേണ്ട ആ ഒരു നാടകമൊന്നും നടത്തേണ്ടതില്ല. ബാക്കി കേട്ടോളൂ. നല്ല പേരല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് നസ്റുൻ മിനല്ലാഹി ഫത്ഹുൻ لم يلد ولم يولد ولم يكن له كفوا أحد. وبشر المؤمنين بأن عزرائيل يضرب يلقيك الصمد ولو كان منكر من كل خلاق ودخلنا في كنف الله واستغفر من رسول الله صلى الله عليه وسلم يا ربي موسى وهارون أدرني وفاتي والطاعون سلام قول من رب الرحيم. സലാമും കൗലുമി റബ്ബിറഹീം എന്ന് പറയുന്നതിന് മുമ്പ് മൂസനെയും ഹാറൂനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്തിനാ അവരെയൊക്കെ വിളിച്ചിരിക്കണത്? ഒരു കുട്ടിക്ക് പേരിടാൻ ഇങ്ങനെയൊക്കെയുള്ള ഈ കുതൂഹലങ്ങളൊക്കെ ആരെയെ പറഞ്ഞെന്ന്? അത് മൂപ്പര ശൈലിയായിരിക്കും, പറയട്ടെ. ഇനി വിളിക്കുന്ന കുറച്ച് വേറെ ആളുകളും കൂടിയുണ്ട്. ജിന്ന്, ശൈത്താന്, റൂഹാനിയത്ത്, ഇതിൻ്റെ ഒന്നും ഷർ ഉണ്ടാവരുതേന്ന് പറയുന്നതിന് മുമ്പ് എങ്ങോട്ടൊന്നും കൊണ്ടുവരുതേന്നും കൂടി പറയുന്നുണ്ടോ? ഈ ജിന്നും ശൈത്താനും അതുപോലെ തന്നെ ഈ ശൈത്താനിളക്കൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ശൈത്താൻ്റെ ഷർ ഉണ്ടാവാതിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പറയാം. ജിബ്രീൽ, മീക്കായിൽ, അസ്രായിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതൊക്കെ എന്താണ്? ഈ ദിക്ർ സലാത്തൊക്കെ എവിടുന്ന് കിട്ടിയതാണ്? ഈ മലക്കുകളെയൊക്കെ എന്തിനാ വിളിച്ചു വരുത്തുന്നത്? ഇവിടെ അവർ വിളിച്ചാൽ വരുമോ? അല്ലാത്ത യാതി പറയാം. അല്ലാഹുമ്മ അഷ്ഫി ഹാദാന്ന അതോ അല്ലാഹുമ്മ അസ്മി ഹാദാന്ന പറയണത്? ഒന്നുകൂടി പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോളണേ. ഫാത്തിമ സിയ.
اللهم اشف هذا فاطمة زيا من كل داء وإلة وحفظه من كل آفة ومصيبة يا شافي يا كافي يا معافي لا شفاء إلا شفاء وكشف صدورك من المؤمنين ولا يؤود رسولهما وهو العلي الأمين. فاطمة زيا فاطمة الله بركة ياكم. അവിടെ ഈ ഒരു കാക്കയുടെ ശബ്ദം കേട്ടോ. പണ്ട് കാക്ക തൂറുകയാണെന്ന് പറഞ്ഞിട്ടാണ് കൊടിമരത്തിന് കെട്ടിയത് 4 പുറം. എന്തിനാണ്? കാക്ക തൂറുകയാണ്, ആർത്തവ സ്ത്രീകൾ പോയിട്ട് തൊടുകയാണെന്ന് പറഞ്ഞിട്ട്. ആ കാക്കപ്പുളും അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി കുട്ടിക്ക് മൂപ്പരുടെ തേന് അത് തൊട്ട് കൊടുക്കുകയാണ്. തേനും വയമ്പൊക്കെ തൊട്ട് കൊടുക്കുന്ന പോലെ തേനാണ് അവിടെ ഉള്ളത്. അപ്പോൾ മധുരം കൊടുക്കുക എന്നുള്ളതിൽ തേന് തൊട്ട് കൊടുക്കുകയാണ്. തേന് തൊട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കുട്ടി മോന്തൊക്കെ ഒരു അടി കൊടുക്കുന്നുണ്ട്. അന്ന് കണ്ടോക്കാം നിങ്ങൾ. ആ കുട്ടിക്ക് തൊട്ട് കൊടുത്തതല്ലേ ഇനി നിങ്ങൾ എടുത്തോളിന്നല്ല പറയണത്. ഇതിന് 100 കേട്ടോ. ആ തേനിന് 100 ഓക്കെ. എന്നിട്ട് അപ്പോൾ ആ കാക്ക അവിടെ തന്നെ ഉണ്ട്. കാക്ക ഇടക്കിടക്ക് അവിടെ വച്ചുണ്ടാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ. ഇവിടെ തേൻ കച്ചവടമാണ് മെയിൻ. തേൻ കച്ചവടത്തിനിടയ്ക്ക് പേരിടൽ നടക്കും. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ജിന്നിളകുമ്പോൾ അതിനുള്ള ചികിത്സ നടക്കും. അതേപോലെ തന്നെ അതിനിടയ്ക്ക് മൂപ്പരിക്ക് ഡോക്ടറേറ്റ് പോകണം. നമ്മൾ നേരത്തെ കാണിച്ചല്ലോ. അതിനൊക്കെ മുൻപേ ഫുട്ബോൾ കളി, 1 മണിക്കൂർ ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് കൊഴുപ്പൊക്കെ വേർപ്പാക്കി കളഞ്ഞിട്ട് വേണം മൂപ്പരിക്ക് കച്ചവടത്തിന് വരാൻ. ഇതെന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? പല ആളുകളും പല തരത്തിൽ വിമർശിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. പൊന്നാര സഹോദരന്മാരെ, ഇത് ഇസ്ലാമിൻ്റെ പേരിലാണെങ്കിൽ ചെയ്യും. ഇത് നമ്മൾ വിമർശിക്കും, റിയാക്ട് ചെയ്യും. അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മാത്രമല്ലല്ലോ നല്ലത് എന്ന് പറഞ്ഞിട്ട് നല്ലതും കാണിച്ചു തരില്ലേ. നിങ്ങൾക്ക് നല്ലത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. എന്താണോ കുറ്റം പറയൽ എന്നുള്ള പേരിലുള്ളത് അത് മാത്രം കാണുക. അത് കുറ്റമല്ല പറയണത്, സത്യം പറയണത്. അത് കാണുന്നവർ അതിൻ്റെ ബാക്കിൽ നല്ലതും കാണിക്കാറുണ്ട്. ഒരു തൗഹീദി പ്രഭാഷണം അതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു പറയാണ്, ഖുൽ ഇദ്ഉ അല്ലദീന സഅംതും മിൻ ദൂനിഹി. അള്ളാഹുവിന് പുറമെ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ വാദിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നിങ്ങൾ വിളിച്ചോളൂ. നാളുകൾ പറയും രോഗം മാറ്റി തന്ന വലിയാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രയാസങ്ങൾ നീക്കി തന്നത് വലിയാണ്. ഒരു ഷെയ്ഖ് അദ്ദേഹം പറഞ്ഞൊരു സംഭവം. അദ്ദേഹം ഒരു നാട്ടിൽ പോയപ്പോൾ അവിടെ ഒരു ജാറമുണ്ട്. ആ ജാറത്തിന് മുകളിൽ അതാ വലിയ ഒരു ഇടി കൊണ്ടിരിക്കുന്നു. ഇടിത്തിയേറ്റ് അത് തകർന്ന് പൊളിഞ്ഞു കിടക്കാൻ. അപ്പൊ ഇദ്ദേഹം അത് കണ്ടപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇത്ര വലിയ ഇടിത്തിയേറ്റതിന് ശേഷവും ഈ ജാറം, ഈ മക്ബറ അതിൻ്റെ അരികിൽ വന്ന് ആരാധിക്കുന്നത് ഒഴിവാക്കാത്തത്? അയാൾക്ക് എന്തെങ്കിലും ഒന്നിന് സാധിക്കുമായിരുന്നെങ്കിൽ അയാൾ ഈ ജാറത്തിൻ്റെ മുകളിൽ തന്നെ ഇടുത്തി വരുന്നത് തടയുമായിരുന്നല്ലോ. അല്ലെ, നമ്മളെ നാട്ടിൽ ചിലപ്പോൾ റോഡ് വക്കിലൊക്കെ വല്ല ജാറുണ്ടാവും. എത്രയോ തവണ ചിലപ്പോൾ വണ്ടി അതിൻ്റെ മേലെ തന്നെ ഇടിക്കുക. അത് പൊളിഞ്ഞു, അത് ശരിയാക്കലിൻ്റെ പരിപാടി. അയാൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിയുമായിരുന്നെങ്കിൽ, പ്രയാസം തടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ പ്രയാസം അയാൾ തടുക്കേണ്ടതായിരുന്നില്ലേ? അപ്പൊ ആൾക്കാർ പറഞ്ഞു, ഒപ്പമുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഈ നാട്ടുകാരോട് ഇത് പറഞ്ഞു, പക്ഷെ അവർ പറഞ്ഞത് അത് വലിയന്റെ കാരുണ്യം കൊണ്ടാണ്. ഈ നാട്ടിലുള്ള മറ്റു വീടുകളെ ഒന്നും ബാധിക്കാതെ വലിയ എന്ത് ചെയ്തു? ഈ ഇടുത്തി തൻ്റെ ജാറത്തിലേക്ക് തന്നെ പതിപ്പിച്ചതാണ്. നോക്ക് നിങ്ങൾ, ശൈത്താൻ എങ്ങനെയാണ് ആളുകളെ വഴിവെപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അവർ ചിന്തിച്ചിരുന്നു എങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ ഇടുത്തി പൂർണ്ണമായി തടഞ്ഞുകൂടായിരുന്നു? എന്തിനാ അവനാന്റെ തലക്കെന്നെ വലിച്ചു കയറ്റുന്നു? ഒരാളെ ഇമ്മേത്ത് കാക്കാതിരുന്നൂടെ? നിങ്ങൾ അള്ളാഹുവിന് പുറമെ നിങ്ങളെ സഹായിക്കുമെന്ന് വാദിക്കുന്ന ആളുകൾ ആരാകട്ടെ അവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ. فلا يملكون كشف الضر عنكم ولا تحويلا. فلا يملكون, അവർക്ക് സാധിക്കുകയില്ല, അവർ ഉടമപ്പെടുത്തുന്നില്ല, അവർക്ക് കഴിയുകയില്ല. മുഹീദ്ദീൻ ഷെയ്ഖിന് സാധിക്കില്ല, ജീലാനിക്ക് സാധിക്കുകയില്ല, ഒരു വലിയനും സാധിക്കുകയില്ല, ഒരു നബിക്കും സാധിക്കുകയില്ല, ഒരു മലക്കിനും സാധിക്കുകയില്ല, ഒരു ജിന്നിനും കഴിയുകയില്ല. ഫലാ യംലികൂൻ, അവർക്ക് സാധിക്കുകയില്ല. കശ്ഫ ദുർരി അൻകും, നിങ്ങളിൽ നിന്ന് പ്രയാസം എടുത്തു നീക്കാൻ,
അത് പൂർണ്ണമായി മാറ്റിത്തരാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ വാക്കാണ്, ഒരാൾക്കും കഴിയില്ല. ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും, നിങ്ങളെ ബാധിച്ച ദുർ എന്ന് പറഞ്ഞാൽ പ്രയാസം, കശ്ഫ് എന്ന് പറഞ്ഞാൽ പ്രയാസം നീക്കുക, അത് ഒഴിവാക്കുക, പൂർണ്ണമായി മായ്ച്ചു കളയുക. അങ്ങനെ നിങ്ങളിൽ നിന്ന് ഒരു പ്രയാസം എടുത്തു നീക്കാൻ അവർക്ക് സാധിക്കുകയില്ല. നിങ്ങൾ ആരെ വിളിച്ചാൽ ശരി, നിങ്ങളുടെ പ്രയാസം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി നീക്കുന്നത് പോകട്ടെ, വലാ തഹ്വീല, നിങ്ങളെ ബാധിച്ച പ്രയാസം നിങ്ങളിൽ നിന്ന് മാറ്റി മറ്റൊരാളിലേക്ക് മാറ്റാൻ, മറ്റൊരാളിലേക്ക് അത് സ്ഥാപിക്കാനും അവർക്ക് സാധിക്കുകയില്ല. മുഴുവനായിട്ട് ഇല്ലാതാക്കണ്ട. ആ പ്രശ്നം നിങ്ങളെ തലയിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ആളെ തലയ്ക്ക് ഇട്ടു കൊടുക്കാൻ അയാൾക്ക് സാധിക്കുമോ? വലാ തഹ്വീല, തഹ്വീലിനും അവർക്ക് സാധിക്കില്ല. തഹ്വീൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ സാധിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ അവിടെ പനിയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്ക് വേണ്ടി ദുആ ചെയ്തു അള്ളാഹുവിനോട്. അങ്ങനെ മദീനയിലുണ്ടായിരുന്ന ആ പനി ജുഹ്ഫ എന്ന പ്രദേശത്തേക്ക് അള്ളാഹു മാറ്റി. പൂർണ്ണമായി നീക്കിയില്ല, മറിച്ച് ആ പ്രയാസത്തെ അള്ളാഹു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. ഇത് രണ്ടും നിങ്ങളുടെ ആളുകൾക്ക് സാധിക്കുകയില്ല. രോഗം ബാധിച്ചാൽ അവന്റെ രോഗം അവനിൽ നിന്ന് നീക്കാനോ അതല്ലെങ്കിൽ ആ രോഗത്തെ പൂർണ്ണമായി ഇല്ലാതെയാക്കാനോ നിങ്ങൾ ദുആ ചെയ്യുന്ന ഒരാൾക്കും സാധിക്കുകയില്ല. ഉലൈകല്ലദീന യദ്ഊൻ, അല്ലാഹു എന്നിട്ട് പറയാണ് ഉലൈകല്ലദീന യദ്ഊൻ, അവർ ഈ വിളിച്ചു ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. നോക്കൂ നിങ്ങൾ, ഇവിടെ അല്ലാഹു ആരാധിച്ചവരെ കുറിച്ച് പറഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞത് ഉലൈകല്ലദീന യദ്ഊൻ, ഇവർ വിളിച്ചു ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ. എന്നെന്ത് മനസ്സിലായി? വിളിച്ചു ദുആ ചെയ്യുക എന്നത് ഇബാദത്താണ്. ഉലൈകല്ലദീന യദ്ഊൻ, ഈ വിളിച്ചു ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധ്യ വസ്തുക്കൾ അല്ലെങ്കിൽ ആരാധ്യന്മാർ, നബിമാർ, ജിന്നുകൾ, സാലിഹീങ്ങൾ, മലക്കുകൾ. ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവർ ഈ വിളിച്ചു ദുആ ചെയ്യുന്ന വലിയകൾ, നബിമാർ, യബ്തഗൂൻ, അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു, ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക്, അൽ വസീലത, വസീല അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വസീല എന്ന് പറഞ്ഞാൽ താഅ, നന്മ എന്നാണ് അതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ ഖുർബ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യം. അതാണ് വസീല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അതിന് തെളിവാകുന്ന അറബി കവിതകളും മറ്റുമൊക്കെ ഉണ്ട്. വസീല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അൽ ഖുർബ, അല്ലാഹുവിലേക്ക് നിന്നെ അടുപ്പിക്കുന്ന കാര്യം, നിന്നെ ഖരീബാക്കുന്ന കാര്യം. ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവർ ആരെയാണോ വിളിച്ചു ദുആ ചെയ്യുന്നത് അവർ അല്ലാഹുവിലേക്ക് അടുപ്പം തേടിക്കൊണ്ടിരിക്കുകയാണ്. മുഹൈദ്ദീൻ ഷെയ്ഖും ജീലാനിയും അലിയുകളും ഔലിയാക്കന്മാരും ഇമാമിങ്ങളും സാലിഹീങ്ങളും നബിമാരും അവരെല്ലാം എന്താണ് ചെയ്തത്? അല്ലാഹുവിലേക്ക് സാമീപ്യം തേടാൻ അവർ പണിയെടുക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കരിക്കുകയാണ്, അവിടുത്തെ കാലിൽ നീര് കെട്ടുന്നത് വരെ അവിടുന്ന് നിസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ തെറ്റുകൾ അള്ളാഹു പുറത്തു തന്നതല്ലയോ? എന്താണ് അവിടുന്ന് പറഞ്ഞത്? അഫലാ അകൂൻ അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകൾ ചെയ്യാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അവിടുന്ന് വഫാത്താകുമ്പോൾ പറഞ്ഞു, ഫിർ റഫീഖിൽ അഅ്ല, ഉന്നതരായ കൂട്ടുകാരോടൊപ്പം. അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത്, അതിനുവേണ്ടി ദുആ ചെയ്തുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത്. യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവർ അല്ലാഹുവിലേക്ക് സാമീപ്യം തേടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, മുഖാത്തിൽ ഇബ്നു സുലൈമാൻ അദ്ദേഹം പറഞ്ഞു, അൽ വസീല ത്വാഅതുഹു ബിൽ അമൽ സാലിഹ്, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കലാണ് വസീല. ഇത് പല ആൾക്കാരും തവസ്സുൽ എന്ന് പറഞ്ഞു ദുർവ്യാഖ്യാനിക്കാറുള്ള ആയത്താണ്. അവർ തന്നെയും അള്ളാഹുവിനോട് സാമീപ്യം തേടുന്നത്. എങ്ങനെ സാമീപ്യം തേടുന്നത്? നന്മകൾ ചെയ്തുകൊണ്ട്. ഇമാം ഖതാദ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, തഖറബു ഇലൈഹി ബിതാഅതിഹി വൽ അമലി ബിമാ യുർദിഹ്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവനിലേക്ക് അടുപ്പം തേടുകയാണ് അവർ ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത്, വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ഇവരാരെയാണോ ആരാധിച്ചത് ആ ആരാധിക്കപ്പെട്ട വസ്തുക്കൾ, ആരാധിക്കപ്പെട്ടവർ, അവർ തന്നെയും അള്ളാഹുവിലേക്ക് സാമീപ്യം
തേടിക്കൊണ്ടിരിക്കുകയാണ്.